4 വയസ്സുകാരനാണ് അമേരിക്ക ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജെഫ്രി സാക്സ് എന്ന് പറയുന്ന പ്രശസ്ത ഇക്കണോമിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നയങ്ങൾ അത്രത്തോളം അമേരിക്കയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോ വിദേശ പൗരന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ പരിപാടികളുമായിട്ട് ട്രംപ് കളത്തിൽ ഇറങ്ങി എന്ന് കേൾക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ അമേരിക്കയെ തന്നെ പിടിച്ചുലയ്ക്കുന്നു എന്ന് നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോഴും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുമ്പോൾ അത് ശരിക്കും അമേരിക്കയുടെ പതർച്ച തന്നെയല്ലേ, അമേരിക്കയുടെ അടിപതറുക തന്നെയല്ലേ ചെയ്യുന്നത്? പുതിയ നയങ്ങൾ എന്ന് പറയുന്നത് വളരെ കാർക്കശ്യമുള്ളതാണ് എന്നും പറയുന്നു. യെസ് അമേരിക്ക സ്വയം കുഴിവെട്ടുകയാണ്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ആത്മഹത്യാപരമായ നിലപാടുകളാണ് എടുക്കുന്നത്. ഒന്ന്, അമേരിക്ക കുടിയേറ്റക്കാർക്കെതിരാണ്. ഈ രണ്ടാം ട്രംപ് വളരെ അഗ്രസീവായി കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ കുടിയേറ്റക്കാർക്കെതിരാണെന്ന് പറയുമ്പോൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് നോക്കണം. കുടിയേറ്റക്കാരുണ്ടാക്കിയ ഒരു രാജ്യമാണ് അമേരിക്ക. രണ്ടാമത്തെ കാര്യം, പുതിയ കാലത്ത് കുടിയേറ്റക്കാരായ മനുഷ്യർ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള കഴിവും കാലിബറും ഉള്ള കുട്ടികൾ അവിടെ ചെന്ന് കഷ്ടപ്പെട്ടാണ് അവരുടെ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. സമ്പദ്ഘടനയുടെ വലിയ പങ്ക് അവരാണ്. ഇപ്പോഴും അവിടുത്തെ ടെക്കികൾ എന്ന് പറയുന്ന ആരാ? അവിടുത്തെ മഹാഭൂരിപക്ഷം വലിയ ടെക്നോളജിക്കൽ, വലിയ സാങ്കേതിക കമ്പനികളുടെയൊക്കെ, IT കമ്പനികളുടെയൊക്കെ തലപ്പത്ത് നമ്മുടെ കുട്ടികളാണ്. അതൊന്നും ഓർമ്മയില്ലാതെ ആദ്യം അവരുടെ വിസ റദ്ദാക്കാനോ അവരെ ആട്ടി ഓടിക്കാനും ശ്രമിച്ചു. പിന്നെ രാഷ്ട്രീയമായി കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ കലാപങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അമേരിക്ക ഇൻസെക്യൂറാണ്, സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ വിദേശികൾക്കൊക്കെ ഉണ്ടായി. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ പുറത്തുനിന്ന് വിസ വരുന്നവന് വലിയ കടുത്ത നിയന്ത്രണങ്ങൾ വന്നു. കഴിഞ്ഞ മാസമാണ് ഈ വിസയിൽ വലിയ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു നിയമം വന്നല്ലോ. ഈ എന്താ പറയുക, സ്റ്റുഡൻറ്റ് വിസയിൽ നിയന്ത്രണം, എക്സ്ചേഞ്ച് വിസയിൽ നിയന്ത്രണം, അതുപോലെ തന്നെയാണ് ഈ ജേർണലിസ്റ്റിക് വിസയിലൊക്കെ നിയന്ത്രണം വന്നത്. ഇനി അത്തരക്കാരൊന്നും നമുക്ക് ആവശ്യമില്ല. പക്ഷേ അതിനൊക്കെ അമേരിക്കയിൽ തന്നെ വലിയ ചെറുത്തുനിൽപ്പും വിരോധവും പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഒടുവിലത്തെ വാർത്ത, ഇനി അങ്ങോട്ട് അമേരിക്കൻ വിസക്ക് പൊതുവെ സ്റ്റുഡൻസിന്, ജേർണലിസ്റ്റുകൾക്ക് അങ്ങനെ കാറ്റഗറി തിരിച്ചൊന്നുമല്ല. അമേരിക്കയിലേക്ക് ഒരാൾക്ക് വിസ എടുത്ത് ചെല്ലണമോ 100 വട്ടം ആലോചിച്ചിട്ട് നമ്മൾ പോവുള്ളൂ. അത് ചെല്ലാനുള്ള കടമ്പകൾ അതികർശനമാക്കിക്കൊണ്ട് അമേരിക്കയിലേക്ക് ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞ് വാതിലടക്കുന്നതിന് തുല്യമായ നിബന്ധനകളാണ്. 13 നിബന്ധനകളാണ് ഈ കൊല്ലം 2025 പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത്. ആ 13 നിബന്ധനകൾ ഇന്നിപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലുണ്ട്, അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൂടെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും എങ്ങോട്ടാണ് അമേരിക്ക പോകുന്നത്. വരണ്ടാന്ന് തീരുമാനിക്കുകയാണ്. ഈ വണ്ടിയിൽ ആൾ തികഞ്ഞിരിക്കുന്നു, ഇനി ആരും വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ 13 നിയമങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു പോകാം നമുക്ക്. അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഒന്ന്, അലീൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിന് സാങ്കേതികമായിട്ട് G325R എന്നാണ് ആ ഫോമിൻ്റെ പേര്. ആ രജിസ്ട്രേഷൻ, അതായത് 30 ദിവസത്തിൽ കൂടുതൽ, ജസ്റ്റ് പോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ വരാനാണെങ്കിൽ കൊള്ളാം. ഈ 1 മാസത്തിൽ കൂടുതൽ അമേരിക്കയിൽ തങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും വിസ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ഒരു ഫോമിൻ്റെ പേരാണ് G325R. അതിലെന്താ പറയേണ്ടതെന്നറിയോ? ഒന്ന്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ്, ഏതൊക്കെ സ്ഥാപനത്തിൽ, ഏതൊക്കെ രാജ്യത്ത്, എന്തൊക്കെ ജോലികൾ ചെയ്തു. 2, നമ്മുടെ മുഴുവൻ ചരിത്രം, ഇതുവരെയുള്ള പ്രൊഫൈൽ എന്ന് പറയില്ലേ, മുഴുവൻ ചരിത്രം. 3, നമ്മുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ചരിത്രം. 4, നമ്മുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെയും കണക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഇപ്പോൾ പ്രജിതയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ റെക്കോർഡും ഡാറ്റയും ഇവർക്ക് കിട്ടണം. നമ്മുടെ മുഴുവൻ ഡാറ്റയും വിലക്ക് വാങ്ങിയിട്ടാണ് അവർ നമുക്ക് വിസ തരാൻ പോകുന്നത്. അതാണ് ഒരു നിയന്ത്രണം. 2, രണ്ടാമത്തെ നിയന്ത്രണം, ഇത് കഴിഞ്ഞ് ഏപ്രിൽ 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഏപ്രിൽ 11 മുതൽ. രണ്ടാമത്തേത് റിയൽ ഐ ഡി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു രാജ്യത്ത് നമ്മൾ വിസ എടുത്ത് പോയി, നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ചിരിക്കും. ആ രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ അത് മതി. യൂറോപ്പിലേക്കൊക്കെ ആണെങ്കിൽ ഒരു രാജ്യത്തേക്ക് വിസ എടുത്താൽ മതി, ബാക്കി ട്രെയിനിൽ പോയി വരാം. അതിർത്തിയിൽ വിസ അടിച്ചു തരും. എന്നുവെച്ചാൽ അത്ര ഉദാരമാണല്ലോ പുതിയ ലോകം. അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന പുതിയ നിബന്ധനകൾ കൊണ്ടുവരിക. ഇപ്പോൾ ന്യൂയോർക്കിലേക്ക് നീ ഒരു സന്ദർശനത്തിന് വിസക്ക് പോയി, അവിടെ ചെന്നിറങ്ങിയാൽ ന്യൂയോർക്കിൽ മാത്രമേ നിനക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അതിന് പകരം അവിടെ നിന്ന് നിനക്ക് വാഷിങ്ടണിലേക്ക് പോകണോ, സാൻ ഫ്രാൻസിസ്കോയിൽ പോകണോ, എവിടെ പോകണമെങ്കിലും ഈ പ്രത്യേക ഒരു പാസ് വാങ്ങണം. അതിന് റിയൽ ഐ ഡി എന്നാണ് പറയുക. അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഇക്കാമ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സ്പെഷ്യൽ റിയൽ ഐ ഡി വേണം. അത് കിട്ടാൻ എളുപ്പമല്ല. കടുത്ത പരിശോധനകളും വിശദാംശങ്ങളും. വീണ്ടും ഒരു വിസ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണി അവിടുത്തെ റിയൽ ഐ ഡി കിട്ടാൻ വേണം. അത് കിട്ടിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പാസ്പോർട്ട് പോരാ. അതാണ് രണ്ടാമത്തെ നിബന്ധന. 3,
DS-164 എന്നൊരു ഫോം വന്നിട്ടുണ്ട്. DS-164 എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ മെയ് 1 മുതൽ പൂർവ്വകാല പ്രാബല്യത്തോടെ നടപ്പാക്കുകയാണ്. മെയ് 1 മുതൽ എന്ന് വെച്ചാൽ മെയ് 1 മുതൽ എങ്ങാനും അവിടെ വിസയിൽ അവിടെ പോയവരുണ്ടെങ്കിൽ ഈ ഫോം അവിടെ വെച്ച് കൊടുക്കണം. അത്തരത്തിലുള്ള നിബന്ധനയാണ്. എന്ന് വെച്ചാൽ ഈ ഫോമിൽ എന്താ പറയുന്നത് വെച്ചാൽ വിസ അപേക്ഷയോടൊപ്പം ഈ 20 പേജുള്ള DS-164 സമർപ്പിക്കണം. അതിലെന്താ പറയുന്നത്? നിങ്ങളുടെ മുഴുവൻ കമ്മ്യൂണിക്കേഷനുമാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഉണ്ട്? നിങ്ങൾക്ക് ഓൺലൈൻ ഇടപാടുകളുണ്ടോ? ഓൺലൈൻ ബിസിനസ്, ഓൺലൈൻ വ്യാപാരമോ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനോ എന്തൊക്കെ ആയിട്ടുണ്ടോ മുഴുവനും കൊടുക്കണം. മാത്രമല്ല കഴിഞ്ഞ 15 വർഷത്തെ നിങ്ങളുടെ യാത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള 15 വർഷം നിങ്ങൾ നടത്തിയ യാത്രകൾ, അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും, എവിടെയൊക്കെ പോയി, എന്തിനു പോയി, ഡീറ്റെയിൽസ് മുഴുവൻ കൊടുക്കണം. ഇതെല്ലാം ഫില്ല് ചെയ്ത് നൽകേണ്ട രേഖയാണ് DS-164. അതുകൂടി കൊടുത്താലേ വിസ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ. 4, ഇരട്ട പൗരത്വം ഉണ്ടോ എന്ന് പരിശോധിക്കും. അത് പ്രത്യേക പരിശോധനയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു ഇന്ത്യൻ പൗരന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ കാനഡയിൽ പൗരത്വം ഉണ്ടോ എന്ന് വെച്ചോളൂ. കാനഡയിൽ നിന്ന് കരയിലൂടെ വരാമല്ലോ. അങ്ങനെ വരുമ്പോഴും നിങ്ങൾ ഇരട്ട പൗരന്മാരാണ്, ഇരട്ട പൗരത്വമുള്ള ആളാണെങ്കിൽ വലിയ കനത്ത പരിശോധനയാണ്, കടുത്ത നിബന്ധനകളുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ എവിടെയെങ്കിലും ഒരാൾക്ക് അംഗത്വമുണ്ട്. ഇപ്പോൾ കേരളീയർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരാൾ അമേരിക്ക സന്ദർശിക്കുമ്പോൾ കൂടുതൽ അപകടമാണ്. കടുത്ത നിബന്ധനകൾ, ഏത് നേരത്തും നിങ്ങളെ ഏതെങ്കിലും ഒരു പരിശോധനയിൽ നിന്ന് വിലക്കുകയും തിരിച്ചയക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഇരട്ട പൗരത്വം. വേറൊന്ന് വേറൊരു കേട്ട തമാശ തോന്നും, പ്രീ ക്ലിയറൻസ് ആണ്. നിങ്ങൾ വിസ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രാജ്യത്ത് വെച്ച് തന്നെ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാരൊന്ന് ഇൻ്റർവ്യൂ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു വിസക്ക് അപേക്ഷിച്ചു, നീ ഇപ്പോൾ അമേരിക്കയിൽ പോകണം. അപ്പോൾ ഇന്ത്യയിലെ 2 നഗരങ്ങളിൽ അമേരിക്കൻ കോൺസുലേറ്റിനോട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രീ ക്ലിയറൻസ് സെൻറ്റർ തുറന്നിട്ടുണ്ട്. എവിടെ? മുംബൈയിലും ഡൽഹിയിലും. അവിടെ ചെല്ലണം. ആദ്യം നിങ്ങളെ ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെടണം ഇവൻ അപകടകാരിയല്ല. ഇല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ പോയിക്കൊള്ളാൻ പറയും, അപേക്ഷിക്കേണ്ടതില്ല. പ്രീ ക്ലിയറൻസ് അതാണ്. അങ്ങനെ ഒരു സംവിധാനം വരാൻ പോവുകയാണ്. അതാണ് ഒന്ന്. വേറൊന്ന്, 6-ാമത്തേത്, ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കുക. ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ലാതെ എൻ്റെ പ്രജിത ഈ കാലത്ത് ആരെങ്കിലും യാത്ര ചെയ്യുമോ? ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ ആരെങ്കിലും? മിക്ക മനുഷ്യൻ്റെ കയ്യിലും ലാപ്ടോപ്പ് ഉണ്ടാവും. ടാബ്ലറ്റ് ഏറ്റവും നല്ല വിനോദത്തിന്, നമ്മൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ടാബ്ലറ്റ് ഉണ്ടാവും. കൊണ്ടുപോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ? ആദ്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ്. മൊബൈൽ ഫോണിനകത്ത് നിങ്ങൾ സൂക്ഷിക്കുന്ന എല്ലാ ഡാറ്റയുടെയും എല്ലാ ആപ്ലിക്കേഷൻ്റെയും പാസ്വേഡ്, എല്ലാ സ്വകാര്യതകളും അവിടെ കൊടുക്കണം. ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ്, ലാപ്ടോപ്പിലെ എല്ലാ ഡാറ്റയുടെയും പാസ്വേഡ്, എല്ലാ ആപ്ലിക്കേഷൻ്റെയും പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിച്ച നിങ്ങളുടെ പേഴ്സണലായ ഡാറ്റയിലെ ഏതു ഭാഗവും അമേരിക്കൻ ഗവൺമെൻറ്റിന് ആവശ്യമെന്ന് തോന്നുന്നത്, ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെന്ന് തോന്നുന്നത് കോപ്പി ചെയ്തെടുക്കാനുള്ള അവകാശമുണ്ട് അവർക്ക്. വളരെ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് അത്തരം നിയമങ്ങൾ. അതാണ് ഒന്ന്. വേറൊന്ന്, 7-ാമത്തേത് തമാശയാണ്. 7-ാമത്തെ എന്താ വെച്ചാൽ കഞ്ചാവിൻ്റെ മണം കിട്ടിയാൽ നിങ്ങൾക്ക് വിസ കിട്ടില്ല. തമാശ ഒന്ന് ആലോചിച്ച് നോക്കൂ. കഞ്ചാവ് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട സാധനമാണെന്ന് വിചാരിക്കാം. കൈവശം വെക്കാൻ, 1 കിലോയിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല, തീർച്ചയായിട്ടും ഉപയോഗിക്കാനും പാടില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ കഞ്ചാവ് അമേരിക്കയിലെ 5-6 സ്റ്റേറ്റുകളിൽ കഞ്ചാവ് നിയമവിധേയമായി വിൽക്കുന്ന സാധനമാണ്. അതൊരു ഇന്ത്യക്കാരനോ ഒരു വിദേശിയോ ഒരു കഞ്ചാവിൻ്റെ മണം ഉണ്ടെങ്കിൽ അവന് വിസയില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഇത്തരക്കാരിപ്പോൾ ഇന്ത്യൻ ചെറുപ്പക്കാർക്കൊക്കെ ഇത്തരം ചില ദുശീലങ്ങളുണ്ടാകും. അവരെ ഒഴിവാക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുകയാണ്. വേറൊന്ന്, 2ാം യാത്ര, സെക്കൻഡ് ട്രിപ്പ് ടു അമേരിക്ക. അതിനേക്കാളും മാരകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1ാം ട്രിപ്പിലെ മുഴുവൻ രേഖകളും പരിശോധിക്കും. ആദ്യത്തെ അമേരിക്കൻ യാത്രയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഓവർ സ്റ്റേ ഉണ്ടോ? നിങ്ങൾ 10 ദിവസം കൊണ്ട് തിരിച്ചു പോരാമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയിട്ട് 11 ദിവസമായിട്ടുണ്ടോ? അതിൻ്റെ കാരണം ബോധിപ്പിക്കണം. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മളിതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അതിൻ്റെ രേഖ കൊടുക്കണം. 2, ഏതെങ്കിലും മൈനറായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ട്രാഫിക് വയലേഷൻ പോലും കുറ്റകൃത്യമാണ്. അതിൽ നിങ്ങളന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. നമ്മുടെ പേരിൽ അത് അവിടുത്തെ അമേരിക്കൻ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ പെട്ടു, നിങ്ങൾക്ക് വിസയില്ല. 3, ട്രാഫിക് വയലേഷനിൽ എന്തെങ്കിലും ഫൈന് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ എവിടെയെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ, നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് വിസയില്ല. എന്ന് വെച്ചാൽ സെക്കൻഡ് ട്രിപ്പ് കൂടുതൽ അപകടമാണ്, തടയപ്പെടും. വേറൊന്ന്, ഇതിനേക്കാൾ മാരകമായൊരു സാധനമുണ്ട്. അമേരിക്കയിലെ എല്ലാ എയർപോർട്ടുകളിലും
പുതിയ ഒരു സ്ക്രീനിങ് തുടങ്ങിയിട്ടുണ്ട്, ഒരു നിരീക്ഷണം. അതെന്താ വെച്ചാൽ ബിഹേവിയർ സ്ക്രീനിങ് ആണ്. നമ്മളറിയാതെ ആ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഓരോ വിദേശിയെയും അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്താ നിരീക്ഷിക്കുന്നത്? നമ്മുടെ പെരുമാറ്റം, മുഖഭാവം എന്താണ്, സംസാര രീതി എന്താണ്, എന്തെങ്കിലും സംശയാസ്പദമായിട്ടുണ്ടോ, ഉണ്ടെന്ന് അവർക്ക് തോന്നിയാൽ മതി. നമ്മളോട് പറയാതെ നമ്മളെ തിരിച്ചയക്കാൻ അവകാശമുണ്ട്. പെരുമാറ്റ രീതി, മുഖഭാവം, ഇതൊക്കെ നോക്കിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ സ്ക്രീനിങ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ DS-164 നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കണം. ആ വിസ രേഖയിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കും, പാസ്വേഡ് സറണ്ടർ ചെയ്യാൻ പറയും. എന്നിട്ട് ഇവർ പരിശോധിക്കുമ്പോൾ നമ്മൾ കൊടുത്ത രേഖയിൽ എവിടെയെങ്കിലും ഒരു അക്ഷരത്തെറ്റ് കാണുന്നുണ്ടോ, വിസ റദ്ദാക്കും. ഒത്തു നോക്കും. അതാണ് സോഷ്യൽ മീഡിയ സ്ക്രീനിങ്. വേറൊന്ന് ഫൈനാൻഷ്യൽ പരിശോധന, സാമ്പത്തിക പരിശോധന. പണ്ടായിരുന്നെങ്കിൽ അമേരിക്കൻ വിസക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോളം വൈസ് സ്ക്രീനിങ് നടക്കും. അതായത് ക്രെഡിറ്റ്, ഡെബിറ്റ്. ക്രെഡിറ്റ് ആണെങ്കിൽ സോഴ്സ് ഏതാണ് പ്രൂവ് ചെയ്യണം. ഡെബിറ്റ് എന്താണ്, ചിലവഴിച്ചെങ്കിൽ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയിൽ ഒന്ന് പോയി വരണമെങ്കിൽ നമ്മൾ ജീവിതകാലത്തിൻ്റെ മുഴുവൻ കണക്ക് ഇവൻ്റെ മാഷ് പറഞ്ഞ പോലെ ആരും വരണ്ട. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് സാമ്പത്തിക പരിശോധന. 12ാമത്തേത് ആരോഗ്യരേഖ. ഇതിനേക്കാൾ മാരകമാണ്. കോവിഡിന് ശേഷം ഉള്ള മുഴുവൻ, കോവിഡ് വന്നിരുന്നുവോ, ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നുവോ, വാക്സിൻ എടുത്തിരുന്നുവോ, അതിൻ്റെ മുഴുവൻ രേഖയും വേണം. സമ്പൂർണ്ണമായി നമ്മൾ സുഖം പ്രാപിച്ചിരിക്കുന്നു, കോവിഡിൻ്റെ ഒരു അണു പോലും, വൈറസ് പോലും നമ്മുടെ ഉള്ളിലെല്ലാം തെളിയിക്കണം. 2, അതിനുശേഷം നമ്മളെ മാനസികമായ എന്തെങ്കിലും രോഗത്തിന് ചികിത്സിച്ചോ, ശാരീരികമായ രോഗത്തിന് ചികിത്സിച്ചോ, ഇന്ന് വരെ നമ്മൾ കഴിച്ച മുഴുവൻ മരുന്നിൻ്റെയും റെക്കോർഡ്, ഇതൊക്കെ സമർപ്പിച്ചാലേ നമുക്ക് വിസയുള്ളൂ. അവസാനമായിട്ട് ഉള്ളത് ഏറ്റവും വലിയ ഭീകരമായൊരു സാധനമാണ്. അതിനാണ് അൽഗോരിതമിക് റിസ്ക് ഇവാലുവേഷൻ എന്ന് പറയും. ഈ മുകളിൽ പറഞ്ഞ 12 രേഖകളും AI നിരീക്ഷിക്കും, AI സ്ക്രീൻ ചെയ്യും. എന്നിട്ട് AIയുടെ ഓരോ സ്ക്രീനിങ്ങിൽ 1, 2, 3, 4 അങ്ങനെ 12 രേഖകളിലൂടെയും കടന്നു പോയിട്ട് കിട്ടുന്ന ഒരു റിസ്ക് സ്റ്റേറ്റ്മെൻ്റാണ്. എന്താണ് പറയുക, റിസ്ക് സ്കോറാണ്. ഈ രേഖകളൊക്കെ പരിശോധിച്ച AI ഒരു റിസ്ക് സ്കോർ കൊടുക്കും സർക്കാരിന്. അതിലൊരു നിശ്ചിത, അപ്പോൾ 4 വരെയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പക്കാരനല്ല, വന്നോട്ടെ. 4ൽ കൂടുതലാണെങ്കിൽ ലെറ്റ് ഹിം ഔട്ട് എന്ന് ഉത്തരവിടും. ആരാ ഉത്തരവിടുന്നത്? AI ആണ്. നമ്മളെ ബോധിപ്പിക്കുകയോ ഇല്ല. ഒരു കാരണവും പറയാതെ നിങ്ങൾക്ക് വിസ നിഷേധിക്കാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് വിസ നിയന്ത്രണ ചട്ടങ്ങൾ എന്നല്ല, വിസ നിരോധന ചട്ടങ്ങൾ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ 13 ചട്ടങ്ങൾ ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്നു. ഈ ചട്ടങ്ങൾ ആരുടെ നന്മക്കാണെന്ന് ഓർത്താൽ ആദ്യത്തെ ഉത്തരം എന്തായാലും അമേരിക്കയുടെ നന്മക്കല്ല. ഇനി ആരെങ്കിലും ദ്രോഹിക്കാനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആദ്യം ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാരെ തന്നെയാണ്. അവിടെ പണിയെടുക്കുന്ന കുട്ടികളുടെ കുടുംബത്തിനായിരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരിക. അവരെയാണ് ഈ ഓരോ തവണയും, അവർ 2 തവണയല്ല, അവർ 200 വട്ടം പോയിട്ടുണ്ടാവും. അവരുടെയൊക്കെ കണക്ക് ഓരോ തവണയും ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് വിദേശത്ത് പണിയെടുക്കുന്ന ഇന്ത്യക്കാരെ കൂടുതൽ ഉപദ്രവിക്കുക, പ്രത്യേകിച്ച് അമേരിക്കയിൽ പണിയെടുക്കുന്ന കുടിയേറ്റക്കാരെ ദ്രോഹിക്കുക എന്ന കടുത്ത മനുഷ്യവിരുദ്ധ നയവും വെച്ചുകൊണ്ടാണ് ഈ നിയമങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അമേരിക്ക തന്നെ അനുഭവിക്കാനാണ് സാധ്യത. അവരനുഭവിക്കട്ടെ എന്നേ പറയുള്ളൂ. ഈ മാതിരി നയം നിലപാടുകൾ നേരത്തെ സാക്സ് പറഞ്ഞില്ലേ, അവനവനെ തന്നെ വിശ്വാസമില്ലാത്ത ഒരാൾ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്തിരുന്നാൽ അദ്ദേഹത്തിന് ഭൂമിയിലെ എല്ലാ മനുഷ്യനെയും സംശയമായിരിക്കും. എല്ലാവരും കുറ്റവാളിയായ ഒരാൾ നാട് ഭരിക്കുമ്പോൾ അയാൾക്ക് എന്താ തോന്നുക? ആ നാട് കാണാൻ വരുന്ന എല്ലാവരും കുറ്റവാളികളാണ്. ആ മനസ്സ് ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ ബാധിക്കുന്നുണ്ട് അമേരിക്കയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രസിഡൻ്റായിട്ട് ഇദ്ദേഹം മാറിയിട്ടുണ്ട്. അതാണ് ഈ ഒടുവിലത്തെ വിസ നിയന്ത്രണ ചട്ടങ്ങൾ കാണിക്കുന്നത്. അവരനുഭവിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കും. ഇങ്ങനെയാണെങ്കിൽ അമേരിക്കയിലേക്ക് വല്ലാതെ കാലം പോകണ്ടാന്ന് തീരുമാനിക്കും. അവിടുന്ന് പതുക്കെ പാക്ക് ചെയ്യാൻ തീരുമാനിക്കും. മറ്റേതെങ്കിലും ലോകരാജ്യത്തിൻ്റെ ചുമരിൽ പോയി മുട്ടും. അഭിമാനത്തോടെ അവർ ജീവിക്കും. കാരണം അവർക്ക് സത്യസന്ധതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർ ജീവിക്കും, അമേരിക്കക്കാർ അനുഭവിക്കും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.